ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ മണാലിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. രമേശ് അതിലിപ്പോൾ കൂടെ ഉണ്ട്. മനോജി കുറച്ച് കഴിഞ്ഞ് എത്തിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മണാലി ഇപ്പോൾ ഏകദേശം ടെമ്പറേച്ചർ -10 to 14 വരെ താഴാറുണ്ട്. സോ ഞങ്ങൾ പണ്ട് കൊടൈക്കനാൽ പോയപ്പോൾ 10 ഡിഗ്രി തന്നെ ഞങ്ങൾക്ക് നല്ല ടാസ്ക് ആയിരുന്നു. സോ ഇതിന് പോകാൻ ആവശ്യമുള്ള കുറച്ച് ജാക്കറ്റ്സ്, ഗ്ലൗസ്, തെർമൽസ് ഒക്കെ നോക്കാൻ നടത്തി ഇറങ്ങിയതായിരുന്നു. ആക്ച്വലി ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് അവൈലബിൾ ആയിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാം അവർ തന്നെ സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ബോഡി ടെമ്പറേച്ചറേ പുറത്ത് പോകാതെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു ബാഗ് സെക്ഷൻ കണ്ടത്. അതിൽ കുറേ നാളെ ഒരു ബാഗ് എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ കുറേ നേരത്തെ തിരിച്ചിലുണ്ടെങ്കിൽ ഇവന് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് കിട്ടി. പിന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെയിൻ കവറും കൂടെ നോക്കി. ബട്ട് അവിടെ ഓറഞ്ച് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് അധികം ടൈമും ഇല്ല, വേറെ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്യാൻ ചെന്ന് നിന്നു. സെൽഫ് ചെക്കൗട്ട് കൗണ്ടർ ഓൾറെഡി ഒക്കുപ്പൈഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നോർമലിലേക്ക് കയറി. പിന്നെ എന്ത് കണ്ടാലും നമ്മളൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ സെൽഫ് ചെക്കൗട്ട് കൗണ്ടർ ഒന്ന് ഫ്രീ ആയി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോന്നു. ഇത് RFID ബേസ് സിസ്റ്റം ആയതുകൊണ്ട് ചെക്കൗട്ടും ബില്ലിങ്ങും ഒക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിരുന്നു. ജസ്റ്റ് ആ ബില്ലിലേക്ക് നമ്മൾ ഐറ്റംസ് ഒക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. അതിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ഇട്ട് ചെയ്യാം, ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യാം. സോ ഇതോടുകൂടി ഞങ്ങളുടെ ഡെക്കാത്ലോണിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. സോ അപ്പോൾ ബൈ ഗൈസ്.